ഇന്ന് നമ്മളുടെ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നത്തിങ് ബട്ട് യു എന്ന ചൈനീസ് ഡ്രാമയുടെ 19ാമത്തെ എപ്പിസോഡിൻ്റെ പാർട്ട് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡ്സൊക്കെ കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കാണണേ. ഞാൻ പ്ലേലിസ്റ്റ് ആക്കിയിട്ടിട്ടുണ്ട്. അത് കണ്ട് വന്നിട്ട് ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കണ്ടിന്യൂഷൻ കിട്ടും. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ പിന്നെ ഒട്ടും ലാഗ് അടുപ്പിച്ച് നിങ്ങൾ ബോറടിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. പിറ്റേ ദിവസം ലെമൻ കമ്പനിക്ക് ലില്ലി ഓടിപ്പടഞ്ഞ് ലാൻഡ് ഓഫീസ് റൂമിലേക്ക് വരുന്നതാണ്. അവളുടെ കയ്യിൽ 2 കോഫി ഉണ്ട്. അവൾ എങ്ങനെ വരണമെന്ന് വെച്ചാൽ, മിസ്റ്റർ ലേ നിങ്ങൾ ചെറിയ സ്വീറ്റ് ആയിട്ട് കോഫിയും കൊണ്ട് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിട്ടാണ് ലില്ലി ലാൻഡ് ഓഫീസ് റൂമിലേക്ക് കിടക്കുന്നത്. പക്ഷെ അവിടെ ലേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ലാൻഡ് മാനേജറായിരുന്നു. അപ്പോൾ ഇവളുടെ ഈ പാട്ട് കേട്ടിട്ട് ലാൻഡ് മാനേജർ ലില്ലിനോട് പറയാണ്, മിസ് ലില്ലി നിങ്ങളുടെ വലിയ സ്വീറ്റ് പാട്ട് ഇവിടെ ഇല്ലല്ലോ, അവൻ നിങ്ങിൻ്റെ ഒപ്പം ടൂറ് പോയേക്കാണല്ലോ എന്ന് പറയുമ്പോൾ ലില്ലി നിങ്ങിൻ്റെ ഒപ്പം ടൂറാ എന്ന് ഭയങ്കര ആശ്ചര്യത്തോടുകൂടി ആ മാനേജറോട് ചോദിക്കുന്നു. മാനേജർ പറയാണ്, തെറ്റിദ്ധരിക്കേണ്ട, ബിസിനസ് ടൂറിനാണ് പോയേക്കണേ, നിങ്ങിൻ്റെ ഒപ്പം നിന്നോട് പറഞ്ഞില്ലേ? അത് തിരക്കായായിരുന്നേക്കും നിന്നോട് പറയാത്ത, എന്തായാലും നിന്നെ അറിയിക്കിട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലില്ലി ഓക്കെ എന്ന് ഒരു സങ്കടത്തോടുകൂടിയാണ് പറയുന്നെങ്കിലും അവൾ പിന്നെ അവളുടെ മൂടൊക്കെ ഓക്കെ ആയിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കോഫി മാനേജർക്ക് നീട്ടിയിട്ട് പറയാണ്, എന്നാൽ നീ കോഫി കുടിച്ചോ എന്ന് പറയുമ്പോൾ മാനേജർ പറയാണ്, ഇല്ലില്ല ഞാനിങ്ങനെ കോഫിയൊന്നും കുടിക്കാറില്ല, ഞാൻ അമേരിക്കാനോ മാത്രം കുടിക്കാറുള്ളൂ എന്ന് പറഞ്ഞ് കോഫി വേണ്ട എന്ന് പറയുമ്പോൾ ലില്ലിക്ക് ദേഷ്യം വന്നിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൾ 2 കോഫിയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആ മാനേജർ ആണെങ്കിൽ ലില്ലി അങ്ങനെ പോയത് ലില്ലിനെ എന്തോ ഒക്കെ കോസ്റ്റ് കാണിച്ച് കളിയാക്കുന്നുണ്ട്. അങ്ങനെ ലില്ലിയുടെ വർക്കൊക്കെ കഴിഞ്ഞ് അവളില്ല എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കില്ലാതെ അവിടെ ഇരുന്ന് കമ്പ്യൂട്ടറിൽ എന്തോ ഗോസിപ്പൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ലില്ലിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ലില്ലി എടുത്തപ്പം തന്നെ, ഇന്ന് അറിയുമല്ലേ നിനക്ക് ഞാൻ കോഫി വാങ്ങിയിട്ട് നിൻ്റെ ഓഫീസ് റൂമിൽ പോയപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നേ ഇല്ല, എൻ്റെ വെറുതെ 2 വൗച്ചർ പോയി കോഫിയുടെ എന്നൊക്കെ ലില്ലി കൊഞ്ചി പറയുമ്പോൾ പറയാണ്, സോറി എനിക്ക് ഭാഗ്യമില്ല നിൻ്റെ കോഫി കുടിക്കാൻ എന്നൊക്കെ ഒന്ന് പുകഴ്ത്തി പറയുന്നുണ്ടേ. എന്നിട്ട് പറയാണ്, വരുന്ന സമയത്ത് നിന്നോട് പറയാൻ പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് ഇനി എങ്ങോട്ട് പോകണ്ടെങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞിട്ടേ പോകൂ, പിന്നെ ഞാൻ വരുമ്പോൾ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നു. ലില്ലി പറയാണ്, എനിക്ക് കുഴപ്പമില്ല, നീ തിരക്കല്ലേ, നിൻ്റെ തിരക്കൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ, നീ പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്കിതിനെ അറിയാവുന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ലാൻ്റെ അടുത്തേക്ക് നിങ്ങ വന്നിട്ട്, വായോ മാളിൽ എനിക്കൊരു കാര്യം നോക്കാനുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ശരി ഇത് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ലില്ലിയുടെ ഫോണ് കട്ട് ചെയ്യുന്നു. ലില്ലിനോട് പറയുന്നുണ്ട്, ഞാൻ ഇച്ചിരി തിരക്കാ, പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. ലില്ലി ആണെങ്കിൽ നിങ്ങിൻ്റെ ആ ഒച്ച കേട്ടിരുന്നു, അവൾ പറഞ്ഞത് കേട്ടിരുന്നു. ലില്ലി ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തിട്ട്, ഇപ്പോഴും 2 പേരും ഒന്നിച്ച് തന്നെയാണോ നിൽക്കുന്നത്? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. ഈ ദിവസം രാവിലെയായേ ലില്ലി അവളുടെ ബെഡ്റൂമിൽ കിടന്ന് നല്ല ഉറക്കിയിരുന്നു. അപ്പോഴേ ഡോറൊക്കെ തുറന്ന് അവളുടെ റൂമിലേക്ക് കയറി വരുന്നത് അവൻ്റെ ബിസിനസ് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നു. നേരെ പോയി ലില്ലിയുടെ അടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിലും അവൾ ഭയങ്കര ഉറക്കത്തിലെന്തോ പിച്ചുമയും പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ പതുക്കെ അവളെ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും അവൾ പറയണോ, അയ്യോ എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, ഞാൻ ലൈനായിട്ടൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ എന്ന് ഇങ്ങനെ ഉറക്കത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലില്ലിയുടെ കയ്യിലെ പതുക്കെ പിടിക്കുമ്പോൾ ലില്ലി എണീറ്റിട്ട്, നിങ്ങൾ വന്നോ, അപ്പോൾ ഞാനിതൊന്നും സ്വപ്നം കണ്ടതായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, നിനക്കേ നന്നായിട്ട് എന്നെ മിസ് ചെയ്തിട്ടുണ്ട്, അതോട്ടാ ഇങ്ങനെ സ്വപ്നം കാണണേന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മിസ് ചെയ്തൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ലില്ലി എൻ്റെ നെഞ്ചിൽ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ലില്ലി എനിക്ക് ഫ്രഷൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ എന്തൊക്കെയോ അവൾക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലില്ലി ചോദിക്കുന്നുണ്ട്, എവിടെ എൻ്റെ ഗിഫ്റ്റ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഗിഫ്റ്റോ, നീ മറന്നൂല്ലേ, നീ ഒന്നും വാങ്ങിയില്ല അല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന പോലെ വെച്ചിട്ട് അവനൊന്നും അറിയാത്ത പോലെ എന്തോ കണ്ടപ്പോൾ അവൾ അത് വലിച്ചെടുക്കുന്നുണ്ട്. അതൊരു സ്കാർഫായിരുന്നു. അപ്പോൾ ലില്ലി അത് വലിച്ചെടുത്തിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഈ സ്കാർഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കഴുത്തിൽ അത് ഇട്ടിട്ട് എങ്ങനെയോ ഒക്കെ കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അത് അഴിച്ചെടുത്തിട്ട്, ഇതിങ്ങനെയല്ല കെട്ടണ്ടേ, ഇത് റിബൺ സ്കാർഫ് അല്ല, ഇത് സിൽക്കിൻ്റെ സ്കാർഫാന്ന് പറഞ്ഞിട്ട് ലില്ലിക്ക് അത് നല്ല ഭംഗിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലില്ലി ചോദിക്കുന്നുണ്ട്, നീ ഇത് എപ്പോഴാണ് വാങ്ങി എനിക്ക് ഗിഫ്റ്റ് തരാനായിട്ട് എന്ന് പറയുമ്പോൾ പറയണം, ഇത് ഞാൻ എപ്പോഴോ വാങ്ങി വെച്ചാണ്, ഇപ്പോൾ ഒന്നും വാങ്ങിയതല്ല എന്ന് പറയുന്നു. അപ്പോൾ ലില്ലിക്ക് സന്തോഷമായിട്ട് ലില്ലി, ഞാനിത് എന്തായാലും ഇന്ന് വർക്കിന് പോകുമ്പോൾ ഞാൻ ഇതാ ഇടാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് ലെമൻ കമ്മിറ്റിയിലാണ് ഡിങ് ഡോങ്ങും ലില്ലിയും കൂടി ഇങ്ങനെ നടന്നു വരുന്നതിൻ്റെ ഇടയിൽ ലില്ലി ഭയങ്കര സന്തോഷത്തിൽ ഡിങ് ഡോങ് എന്നെ നോക്കി എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡിങ് ഡോങ്, സിൽക്കിൻ്റെ സ്കാർഫും ഗിഫ്റ്റ് തന്നതായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് നിങ്ങ വഴി വരുന്നത്. നിങ്ങിൻ്റെ കഴുത്തിലും ഇതേ ടൈപ്പ് സ്കാർഫ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലില്ലിയുടെ കഴുത്തിൽ ഈ സ്കാർഫ് കട്ടിട്ട് ലില്ലിനോട് പറയാണ്, എനിക്കറിയായിരുന്നു ഇത് നിനക്ക് നല്ല ഭംഗിയുണ്ടാവും, ഞാനാ ഈ സ്കാർഫ് ഫസ്റ്റ് എടുത്ത വയലറ്റ് കളർ, പക്ഷേ എനിക്ക് തോന്നി ഇത് എനിക്ക് സ്യൂട്ട് ആകുന്നില്ല എന്ന്, അതുകൊണ്ട് ഞാൻ ഈ ബ്ലൂ എടുത്തേ,
വയലറ്റ് നിനക്ക് തരാമെന്ന് വെച്ചിട്ട് ഞാൻ ലേക്ക് അതാ കാട്ടിക്കൊടുത്തേ, ഇത് നിനക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അത് കേട്ട് ലീലയ്ക്ക് ഭയങ്കര ദേഷ്യമായിട്ട് അവൾ അവിടെ കിടന്ന് ഓ ദുഷ്ടൻ, എന്ത് നുണയനെ വായെടുത്താൽ നുണ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ ഡിങ് ഡോങ് അവളെ സമാധാനിപ്പിക്കാനായിട്ട് പതുക്കെ പറ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലില്ലി ആ സ്കാർഫൊക്കെ ഓരി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നു. ലില്ലി ലെമൺ കമ്പനിയിൽ അവളുടെ ഓഫീസിൽ വന്നിരുന്നിട്ട് അവളുടെ സ്ഥിരം വർക്ക് എന്താ ഗോസിപ്പ് നോക്കുക അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കഴുത്തിൽ ഇപ്പോൾ ആ സ്കാർഫ് ഇല്ല കേട്ടോ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളൊരു ട്രോൾ കാണുന്നത്. അത് നിങ്ങിനെ കുറിച്ചായിരുന്നു. നിങ്ങൾ ലേൻ കൂടി ബിസിനസ് ടൂർ എന്ന് പറഞ്ഞിട്ട് മുകളിൽ കിടന്ന് കറങ്ങായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു ആ ന്യൂസ്. അതിൽ പോരാഞ്ഞിട്ട് നിങ്ങിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ലില്ലിക്ക് ആകെ ദേഷ്യം വന്നിരുന്നു. ആ കറക്റ്റ് ടൈമിൽ തന്നെയാണ് ലേ അങ്ങോട്ടേക്ക് വന്നത്. ലേ വന്നിട്ട് ലില്ലിനോട് പറയാണ്, ലില്ലി ഞാനിന്ന് ഫ്രീയാ, നമുക്കിന്ന് ഒന്നിച്ച് ഫുഡ് കഴിച്ചാലോ എന്ന് പറയുമ്പോൾ ലില്ലി ഇല്ല ഞാനൊന്നുമില്ല എന്ന് ദേഷ്യത്തോടെ അവൻ്റെ മുഖത്ത് നോക്കാതെ പറയുന്നു. അപ്പം ലേക്ക് എന്താ കാര്യമൊന്നും മനസ്സിലാവണില്ലേ. അപ്പം ലേ പെട്ടെന്ന് അവളുടെ കഴുത്തിൽ നോക്കിയപ്പോൾ ആ സ്കാർഫ് കാണുന്നില്ല. അപ്പം ലേ പറയുന്നത് നീ സ്കാർഫ് ഇട്ടേർന്നല്ലേ, ഇന്ന് വർക്കിന് ഇടുന്നു പറഞ്ഞതല്ലേ, എന്താ ഇത് പൂരിയെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ലില്ലി ദേഷ്യപ്പെട്ടിട്ട് നിങ്ങൾ എന്ത് നുണയനാണല്ലോ വാങ്ങി വെച്ചതല്ല, എനിക്ക് മറ്റൊരാൾ എടുത്ത് ഉപേക്ഷിച്ച സാധനം എനിക്ക് കൊണ്ട് തന്നേക്കാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എണീറ്റ് ഓടിപ്പോകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞല്ലേ ലെമൺ കമ്പനിയുടെ വരാന്തയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴും നിങ്ങ ആ വഴി വരുന്നത് കാണുന്നത്. അപ്പം നിങ്ങ ചോദിക്കുന്നുണ്ട് ഇന്ന് നമ്മളെ ക്ലാസ്മേറ്റ്സിൻ്റെ ഗെറ്റ് ടുഗദർ ഉണ്ട്, നീ വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അവളുടെ കഴുത്തിലേക്ക് ശ്രദ്ധിക്കുന്ന ആ സെയിം സ്കാർഫ് ബ്ലൂ കളറിൽ നീങ്ങിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ലില്ലിയുടെ പ്രോബ്ലം എന്ന് അവൾക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവളുടെ സ്കാർഫിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ എന്തോ കാര്യം മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു. നിങ് പറയാണ് ഇന്നലെ നീ ആ സ്കാർഫ് എടുത്തപ്പോൾ എനിക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ കളർ എടുത്തേ എന്ന് പറയുന്നു. അപ്പല്ലേ ശരി, ഇപ്പോൾ അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് പോകാനുണ്ട്, ഞാൻ വരുന്നില്ല, നീ ഒറ്റയ്ക്ക് പൊക്കോ, എനിക്ക് വേറൊരു കാര്യം അർജൻറ്റായിട്ട് വേറൊരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വൈകുന്നേരം സമയമായിരുന്ന തോന്നുന്നേട്ടാ. ഇപ്പോൾ കാണിക്കുന്നത് ഡിങ്ഡോനെയും സേനയാണ്. ഡിങ്ഡോൻ്റെ ഫ്ലാറ്റിലാണ്. ഇപ്പോൾ സെൻഡോങ് എന്തോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവളുടെ വട്ടം കെട്ടിപ്പിടിച്ച് സാം പിന്നെ നിൽക്കുന്നുണ്ട്. ഇവരിപ്പോൾ തന്നെ ലവേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു രണ്ട്. അങ്ങനെ ഡിങ്ഡോങ് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ്. ഡിങ്ഡോങ് ചോദിക്കുന്നുണ്ട് നിനക്ക് ചൂടെടുക്കണില്ല, ഒന്ന് മാറി നിൽക്കുന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചൂട് കൊടുക്കുന്നൊന്നുമില്ല, എനിക്ക് നിന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നാൽ മതി എന്നൊക്കെ സാൻ പറയുന്നുണ്ട്. അപ്പോൾ ഡിങ്ഡോങ് സാനെ തള്ളി പറഞ്ഞയച്ചിട്ട് പോയി വെജിറ്റബിൾസ് കഴുകി വെക്കുമെന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കാര്യമില്ലാണ്ട് തിരിച്ച് സാൻ വന്നിട്ട് വീണ്ടും അവളെ തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഡൈനിങ് ടേബിളിൽ അത് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ സാൻ എന്തോ കൊച്ചുങ്ങളെ കൂട്ട് എനിക്ക് വാരിത്താ ഡിങ്ഡോങ്, എനിക്ക് വാരിത്താന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ഡിങ്ഡോങ് പറയാം കയ്യില്ല നിനക്ക്, നീ തന്നെ വാരിത്തുന്നോ എന്ന് പറയാമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല, നീ മര്യാദക്ക് വാരിത്താ എന്ന് പറയുമ്പോൾ ഡിങ്ഡോങ് പറയാണ് വാരി തരില്ല, മര്യാദക്ക് കൈ കൊണ്ട് കോരി കഴിച്ചോ എന്ന് പറയുന്നു. അപ്പോൾ സാന് ഓക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് സാൻ പറയാണ് അവളെൻ്റെ മൂക്ക് ശരിയല്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ബ്രേക്കപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ഡിങ്ഡോങ് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് സാന് എന്തോ വെജിറ്റബിൾ പോലത്തെ ഒരു സാധനം എടുത്ത് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, വാരിക്കൊടുക്കൽ കഴിഞ്ഞിട്ടാ. ഞാനൊരു പാനറ്റ് എടുത്തിട്ട് അതായത് ഫോൺ കവറിലൊക്കെ കപ്പിൾസിൻ്റെ സൈനായിട്ട് ലൗച്ചിനായിട്ട് കപ്പിൾസ് കീ ചെയിൻ പോലത്തെ ഒരു സാധനം അത് കൊടുത്തിട്ട് ഡിങ്ഡോനോട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കപ്പിൾസ് ആയില്ലേ നമുക്ക് ഇത് ഇട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ ഡിങ്ഡോങ് അതിന് സമ്മതിക്കാതെ അത് വേണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ സാന് കാര്യം മനസ്സിലായിട്ട് നമ്മൾ സീക്രട്ട് ആയിട്ടാണല്ലോ ലവ് ചെയ്യണേ, അപ്പോൾ ഇങ്ങനെയൊന്നും ഇടാൻ പറ്റൂലല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. സാൻ്റെ ഈ വിഷമം കണ്ടിട്ട് ഡിങ്ഡോങ് പറയാണ് ഓക്കെ എന്നാൽ നമുക്ക് ഇത് ഇട്ടാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആ കീ ചെയിൻ പോലത്തെ സാധനം രണ്ടുപേരുടെ ഫോണിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് വെക്കുന്നുണ്ട്. ആര് കണ്ടാലും മനസ്സിലാവും ഇവർ രണ്ടുപേരും കപ്പിൾസ് ആണെന്ന്. അങ്ങനല്ലേ നിങ്ങിൻ്റെ അടുത്ത് നിന്ന് ഓടി വന്നിട്ട് നേരെ ലില്ലിയുടെ അടുത്ത് കട വരുന്ന ലില്ലി ലാൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന അവൾ റൂമിൽ ആ ഗോസിപ്പ് വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാനെ കണ്ടപ്പോൾ അവളുടെ ലാപ്ടോപ്പ് എടുത്തിട്ട് ലാക്ക് നേരെ നീട്ടിയിട്ട് പറയാണ് നീ നോക്കിയേ ഇവിടെ എന്തൊക്കെ എഴുതിയേക്കണേ, എന്തൊക്കെയാണ് കാണണേന്നൊന്ന് നോക്കാൻ പറയുമ്പോൾ അതെടുത്ത് നോക്കുന്നുണ്ട്. അവനത് കണ്ട വഴിക്ക് കണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് അടച്ചു വെച്ചിട്ട് ലില്ലിനോട് പറയണം നീ വിചാരിക്കണ പോലെ ഒന്നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ലില്ലി പറയാണ് ഞാൻ എന്ത് വിചാരിച്ചെന്നാ, ഞാൻ വിചാരിച്ചതിനായപ്പോൾ കുറ്റം, അപ്പോൾ ആ ഫോട്ടോസൊക്കെ നുണ പറയുന്നതാണോ നീ പറയണ, അതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ പറയാണ് നിനക്ക് തന്നെ വിശ്വാസമില്ലാത്തത്, നിങ്ങളുടെ ഫ്രണ്ട് മാത്രമല്ലാണ്ട് വേറെ ഒന്നും അല്ലാന്ന് പറയുമ്പോൾ ലില്ലി പറയാണ് നിങ്ങൾ ചൂസ് ചെയ്ത് കളഞ്ഞത് എനിക്ക് വാങ്ങി തന്നു, അത്രയ്ക്ക് വേസ്റ്റാണ് ഞാൻ, പോരാത്തതിന് അവളായിട്ട് മാളിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാം എന്നൊക്കെ പറയുമ്പോൾ പറയാണ് ആരും ഉപേക്ഷിച്ചത് നിനക്ക് തരേണ്ട ആവശ്യം എനിക്കില്ല, കാരണം ഈ വേൾഡിൽ തന്നെ ബെസ്റ്റ് നീയാന്നൊക്കെ പറഞ്ഞ് ഇവൻ ഭയങ്കര ഡയലോഗ് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലില്ലി പറയാണ് അപ്പോൾ ആ ഫോട്ടോയിൽ നിങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയാണ് അത് കെട്ടിപ്പിടിച്ച് നിന്നതൊന്നും അല്ല, അവൾ പെട്ടെന്ന് വീഴാൻ പോയി, അപ്പോൾ ഞാൻ ഒന്ന് പിടിച്ചത്, അപ്പം തന്നെ ഞാൻ അവളെ വിട്ടു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ലില്ലി ഒന്ന് കൂളായിട്ട് പറയാണ് എനിക്ക് അതല്ല പേടി, നിങ്ങൾ എന്നെക്കാളും കഴിവുമുണ്ട് സൗന്ദര്യം എല്ലാം ഇങ്ങനെയുണ്ട്, അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് പേടിയായിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ
സാം പറയാണ്, ഞാൻ നിൻ്റെ കഴിവിനെ അല്ലെങ്കിൽ വേറെ ഒന്നിനുമല്ല ഇഷ്ടപ്പെട്ടെ. എനിക്കിഷ്ടം ജാങ്ലിലിനെ മാത്രം, വേറെ ആരും ഞാൻ ഇഷ്ടപ്പെടില്ല അല്ലേ പറയുമ്പോൾ ലില്ലി ചിരിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ലില്ലിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അഥവാ എനിക്ക് നിങ്ങിനോടൊരു ഇഷ്ടം തോന്നിയാലോ, അവൾ അത്ര കഴിവുള്ളതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ലില്ലി പറയാണ്, അതൊന്നും പറ്റില്ല, ഞാൻ പോകുന്നില്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ലില്ലി വാശി പിടിക്കുന്ന കണ്ടിട്ട് ഭയങ്കര സന്തോഷമാവുന്നു. അങ്ങനെ പിറ്റേ ദിവസം ലെമൻ കമ്പനിക്ക് ലില്ലിനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാർ പാർക്ക് ചെയ്ത് ലില്ലിനെ പൊക്കണ ടൈമില്ല, കാല് രണ്ട് മേലോട്ട് നേരാവുമല്ലോ. കാല് പാസ് ചെയ്തിരുന്നത് നിങ്ങിൻ്റെ മുഖത്തിൻ്റെ അടുത്ത് കൂടെയാണ് ലില്ലിയുടെ കാല് പാസ് ചെയ്തത്. ഞങ്ങൾ മുകളിലുണ്ടാവും, നീ വന്നാൽ മതി എന്ന് പറഞ്ഞ് ലില്ലിനെ പൊക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. നിങ്ങാണെന്ന് വെച്ചാൽ ഒരുമാതിരി കുശുമ്പോ എന്തിലോ ഒക്കെ കൂടി ഇവർ രണ്ടുപേരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ലിഫ്റ്റിൽ കയറിയപ്പോൾ ലില്ലി ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളേ. ഇപ്പം ലില്ലി ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ ഭയങ്കര വെയിറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയണം, ശരിക്കും നീ ഭയങ്കര വെയിറ്റാ, ഈ ലോകം മുഴുവൻ എൻ്റെ ചുമലിലല്ല ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞു. ഈ കോമഡിയുടെ പൊരുൾ എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. ലില്ലി പറയുന്നുണ്ട്, നിനക്ക് എവിടെ നിന്നാണ് ഇങ്ങനത്തെ ഡയലോഗൊക്കെ കിട്ടണേ, ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണമായിട്ട് നല്ല ഡയലോഗുകളൊക്കെ ഇടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും ചിരിച്ച് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫസ്റ്റ് ഫ്ലോറിൽ ലിഫ്റ്റ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ അവിടെ എല്ലാ വർക്കേഴ്സും ലിഫ്റ്റ് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ തടിയനായ വർക്കറില്ലേ, അവന് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് ലില്ലിനെ പൊക്കി പിടിച്ചില്ലേ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ ഈ വർക്കേഴ്സിനൊക്കെ ലിഫ്റ്റിലേക്ക് കയറാൻ ഭയങ്കര മടി. അവർ ആശ്ചര്യപ്പെട്ട് അങ്ങനെ പുറത്ത് തന്നെ നിൽക്കുമ്പോൾ ആ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സാൻ ഈ വർക്കേഴ്സിനൊക്കെ, നിങ്ങൾ എന്താണ് ഇവിടെ വായം പൊളിച്ച് നിൽക്കുന്നത്, ഡോറിൻ്റെ വഴി മുടക്കാതെ മര്യാദ അങ്ങനെ കയറിയേ, നിങ്ങൾ ഡോർ ബ്ലോക്ക് ചെയ്യാൻ വന്ന് നിൽക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞ് കടന്നു വരുന്നത്. കാരണം സാന് ഒരു സൈഡിൽ നിന്നല്ല വരുന്നത്, അതുകൊണ്ട് ലിഫ്റ്റിനുള്ളിൽ എന്താ നടക്കുന്നതെന്ന് അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ വർക്കേഴ്സിനൊക്കെ മാറ്റി നിർത്തി സാൻ ലിഫ്റ്റിനുള്ളിൽ കയറിയപ്പോഴാണ് ലില്ലിനെ പൊക്കി പിടിച്ചില്ല നിൽക്കുന്നത് കാണുന്നത്. അത് കണ്ടിട്ട് ഇവരെ കൊണ്ട് കഷ്ടമായല്ലോ എന്ന രീതിയിൽ മുഖത്ത് എക്സ്പ്രഷനൊക്കെ ഇട്ട് അവൻ മാത്രം ആ ലിഫ്റ്റ് കയറുന്നുണ്ട്. എന്നിട്ട് ലേനോട് സാൻ പറയാണ്, ഇതിത്തിരി ഓവറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ, നിങ്ങളെ ബിഹേവിയർ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാട്ടാ എന്നൊക്കെ പറഞ്ഞ് സാൻ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ സാൻ കയറിയ ധൈര്യത്തിൽ എല്ലാ വർക്കേഴ്സും അവിടെ കയറുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ലിഫ്റ്റ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ലില്ലിക്ക് എന്തോ നാണക്കേടായിട്ടാണെന്ന് തോന്നുന്നു. ലില്ലി എന്നോട് പറയുന്നുണ്ട്, ഇപ്പം കുഴപ്പമൊന്നുമില്ല, നീ എന്നെ നിലത്ത് ഇറക്കിക്കോ എന്ന് പതുക്കെ ലാൻ്റെ ചുവട്ടിൽ ലില്ലി പറയുമ്പോൾ പറയാണ്, നിനക്കല്ലേ നടക്കാൻ പറ്റാത്ത, അതുകൊണ്ടല്ലേ ഞാൻ എടുത്ത, ഇപ്പം എന്തിനാ നിർത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ ലില്ലി പറയാണ്, ഇനിയിപ്പോൾ നടക്കാനൊന്നും അധികമില്ലല്ലോ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എൻ്റെ കാലിൽ നിൽക്കാനൊക്കെ ഇപ്പോൾ പറ്റും, എന്നെ നിലത്ത് നിർത്തിക്കോ എന്ന് ലില്ലി വീണ്ടും പറയുന്നു. അപ്പം അതിനെ സമ്മതിച്ചിട്ട് ലില്ലിനെ നിലത്ത് നിർത്തുന്ന ആ ടൈമിൽ ലില്ലിയുടെ കാല് വീണ്ടും നിലക്ക് നിന്നില്ല കേട്ടോ. അത് സാൻ്റെ മൊബൈൽ ഫോണിൽ തട്ടിയിട്ട് അവൻ്റെ ഫോൺ നിലത്ത് വീഴുന്നുണ്ട്. സാൻ അത് നിലത്ത് വീണ ആ സ്പോട്ടിൽ തന്നെ നിന്നെ ഞാനെന്ന് പറഞ്ഞിട്ട് ലില്ലിനൊന്നും ചെയ്യാൻ നിൽക്കാതെ വേഗം ആ ഫോൺ എടുത്ത് ഫോണിന് എന്തെങ്കിലും പറ്റിയോന്നല്ല നോക്കുന്നത്, അവനന്ന് കെട്ടി ആ കീച്ചെയിനില്ലേ പാൻറ്റൻ, അതെടുത്തിട്ട് അതിനെന്തെങ്കിലും പറ്റിയോ അതിൽ പൊടിയായതൊക്കെ തുടച്ച് കളയുന്നുണ്ട്. ആ കീച്ചെയിനാണ് സാന് കെയർ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഇത് തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവനെന്നാണ് ഫോൺ നോക്കാണ്ട് ഈ കീച്ചെയിൻ നോക്കുന്നേ എന്നുള്ള അർത്ഥം. അപ്പം ലില്ലിനോട് സാൻ പറയാണ്, നിന്റെ ഭാഗ്യത്തിന് ഇത് പൊട്ടാണ്ടിരുന്നത്, ഇതെങ്ങാനും പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നളഞ്ഞേനെ എന്ന് പറഞ്ഞ് സാൻ ലില്ലിയുടെ അടുത്തേക്ക് ദേഷ്യപ്പെട്ട് വരുമ്പോൾ ലില്ലിനല്ലേ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുന്നുണ്ട്. അതായത് ആരെങ്കിലും നമ്മൾ ഉപദ്രവിക്കാൻ വരുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യൂലേ, ആ ഒരു രീതിയിൽ. അങ്ങനെ ലിഫ്റ്റിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഈ വർക്കേഴ്സ് എല്ലാവരും കൂടി ഒരു ഓപ്പൺ പ്ലേസ് ഇല്ലേ, സാൻ എപ്പോഴും പോയി നിൽക്കാറുള്ള ആ ഓപ്പൺ പ്ലേസ്, അവിടെ പോയിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ സാൻ്റെ ഡിങ്ടോങ്ങിൻ്റെ കാര്യമായിരുന്നു. അതിലൊരു വർക്കർ പറയാണ്, സാനും ഡിങ്ടോങ്ങും എന്തായാലും ഉറപ്പായിട്ടും സെറ്റ് ആയിട്ടുണ്ട്. അവൻ്റെ ഫോണിലുള്ള ആ കീച്ചൻ കണ്ടില്ലേ പാൻറ്റേജ്, അത് ഞാൻ ഡിങ്ടോങ്ങിൻ്റെ കയ്യിൽ ഇപ്പം തന്നെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പം രണ്ടുപേരും എന്തോ സംതിങ് അല്ലേ, മിക്കവാറും അപ്പം എൻ്റെ ഡിങ്ടോങ്ങിൻ്റെ ആയിരിക്കും, അത് സാൻ എടുത്തതായിരിക്കും എന്നൊക്കെ ഇവരിങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആ തടിയനായ വർക്കർ പറയുന്നുണ്ട്, എന്താണെന്നറിയോ ഇവരുടെ ഉദ്ദേശം, ഒരു വർക്കറിന് ഒരു ഓണർ ഒരു റിച്ച് മാൻ ഇങ്ങനെ സ്നേഹിക്കോ, അതിൻ്റെ പിന്നിൽ എന്തോ ഉദ്ദേശം. സാൻ റിച്ചാണ്, സെക്കൻഡ് ജനറേഷനുമാണ്, പക്ഷെ അവനക്ക് തീരെ ബുദ്ധിയില്ല, കാര്യങ്ങൾ നോക്കി നടത്താനൊന്നും അവനക്ക് കഴിവില്ല, ഒരു പേഴ്സണൽ എബിലിറ്റി ഒന്നും അവനക്കില്ല. അപ്പം അവൻ്റെ ഫാമിലി അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമാണെന്നുള്ളത്. ഇനി ഭാവിയിൽ അവരുടെ ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ ആരാ, ഇനിയിപ്പോൾ ഡിങ്ടോങ്ങിന് എബിലിറ്റി ഉള്ള കാരണം ഡിങ്ടോങ്ങിനെ എല്ലാവർക്കും ഏൽപ്പിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ സാനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ശാന്തപൊട്ട് വർക്കർ ഇല്ലേ, അവന് എന്തായാലും സാന് ഡിങ്ടോങ്ങിന് ചേരയില്ല, ഡിങ്ടോങ്ങിന് എത്ര നല്ല ആളെ കിട്ടുമെന്ന് പറഞ്ഞ് കൈ കെട്ടി ബാക്കിലേക്ക് തിരിയുമ്പോഴാണ് ഡിങ്ടോങ്ങും സാനും അവിടെ നിൽക്കുന്നത് കാണുന്നത്. കണ്ട് ഞെട്ടി എല്ലാ വർക്കേഴ്സും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡിങ്ടോങ് പെട്ടെന്ന് സാൻ്റെ കൈ പിടിച്ചിട്ട് പറയാണ്, അതെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സെറ്റാണ്, ഞങ്ങൾ ഡേറ്റിങ് തുടങ്ങിക്കഴിഞ്ഞു, അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം, ഇന്ന് മുതൽ സാൻ എൻ്റെ ബോയ് ഫ്രണ്ടാണ്, ഒഫീഷ്യലായിട്ട് ഞാൻ അതാണ്. ഇനി ആരെങ്കിലും സാൻ എന്തെങ്കിലും കുറ്റം പറയുന്നത് കേട്ടാൽ ഞാൻ ചുമ്മാ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഡിങ്ടോങ് അവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാന് ഇവിടെ എന്താ നടക്കുന്നത് എന്ന അർത്ഥത്തിൽ
ഡിങ്ഡോങ്ങിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. കാരണം ഡിങ്ഡോങ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആരുടെ മുന്നിൽ ഇത് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല, സീക്രട്ട് ആയിട്ട് ലവ് ചെയ്യണം എന്നൊക്കെ. അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഡിങ്ഡോങ് കയറി അവൻ്റെ കൈ കയറി പിടിച്ചപ്പോൾ അവനക്ക് എന്തോ പോലെ ആയിരുന്നു. എല്ലാ വർക്കേഴ്സും അയ്യോ സോറി, ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ആക്ച്വലി സാന് ഞങ്ങൾക്കും ഇഷ്ടമാണ്, പിന്നെ ഞങ്ങൾ വെറുതെ എന്തോ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നുള്ളൂ, സോറി ഡിങ്ഡോങ് എന്നൊക്കെ ഈ വർക്കേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാന് ഡിങ്ഡോങ്ങിനെ തന്നെ നോക്കി നിന്നിട്ട് ഡിങ്ഡോങ് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ചിരിച്ച് അവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴാണ് ലില്ലി അങ്ങോട്ടേക്ക് വരുന്നത്. ലില്ലി അങ്ങോട്ടേക്ക് വന്നിട്ട് ഓ നിങ്ങളിപ്പോൾ ഭയങ്കര സെറ്റാണല്ലോ അല്ലേ, ഇതിന് ചിലവപ്പം ഉണ്ടാവാൻ പോണേ, നീ ഒഫീഷ്യലായിട്ട് ഇതൊക്കെ അനൗൺസ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ലില്ലി അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴാണ് സാം പറയുന്നത് ആ ഇനിയൊക്കെ ആലോചിച്ചും കണ്ടൊക്കെ നടന്നോട്ടാ, ഇവളെൻ്റെ ഗേൾ ഫ്രണ്ടാ മറക്കണ്ട എന്ന് പറയുമ്പോൾ ലില്ലി പറയണം ഓ ഗേൾ ഫ്രണ്ട്, ഒരാളുണ്ടല്ലോ ഞാൻ ആദ്യം ഡിങ്ഡോങ്ങിനെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഏയ് ഡിങ്ഡോങ് പട്ടിയാണ്, അവളൊക്കെ ആരും ഇഷ്ടപ്പെടാനാ എന്നൊക്കെ പറഞ്ഞ ആരോഗ്യം ഇവിടെ ഉണ്ടിട്ടാ, ഇപ്പം എന്ത് പറ്റിയാവോ അവർക്ക് എന്നൊക്കെ പറയും. സാൻ ചിരിച്ചിട്ട് ഒരു പട്ടിയെ പോലെ കുരയ്ക്കുന്ന പോലെ അഭിനയിച്ചിട്ട് ഡിങ്ഡോങ്ങിൻ്റെ തോളിൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. ഡിങ്ഡോങ് കുറേ സാൻ്റെ വായ പൊത്തി മിണ്ടാണ്ടിക്ക് എന്ന് ചിരിച്ച് പറയുന്നുണ്ടെങ്കിലും സാൻ അത് കേൾക്കുന്നേ ഇല്ല. അവരിങ്ങനെ പട്ടി കുരയ്ക്കുന്ന പോലെ കുരച്ചോണ്ടേയിരിക്കുന്നു. അത് കണ്ട് എല്ലാവരും ചിരിച്ചു നിൽക്കുന്നു. അന്ന് രാത്രി നിങ്ങിനെയും കൊണ്ട് ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ നടക്കായിരുന്നേ. നിങ് ഭയങ്കരമായിട്ട് ഓവറായിട്ട് കുടിച്ചിരുന്നു. അവള് അവിടെ ഇവിടെയൊക്കെ തട്ടി വീഴാൻ പോകുമ്പോൾ അല്ല അവളെ പിടിച്ച് നേരെ നിർത്തിയെന്നൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ നിങ്ങ ഒരു പാലത്തേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് പറയാണ് നിനക്ക് ആ സ്ഥലം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഗ്രാജുവേറ്റ് ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പം നിങ്ങൾ ഭയങ്കര സന്തോഷത്തോടുകൂടി അവനോട് പറയണം നമുക്ക് അവിടെ കുറേ നേരം പോയി ഇരുന്നാലോ, നമുക്ക് പണ്ടത്തെ പോലെ കുറേ നേരം വർത്താനം പറയാം, അപ്പം അങ്ങോട്ട് പോവാന്ന് പറയുമ്പോൾ ഒരു നിമിഷം സ്റ്റെക്കായി അവിടെ നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് എനിക്കിപ്പോൾ നിൻ്റെ ഒപ്പം അങ്ങോട്ട് വരാൻ പറ്റില്ല, ലില്ലി അവിടെ വീട്ടിൽ ഒറ്റയ്ക്കാ, അവളെ സങ്കടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല, സോറി എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുന്നു. അത് കേട്ടിട്ട് നിങ്ങൾ പറയാണ് നീ ഇപ്പം ലില്ലിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ പോകുന്നു, അവൾ ദുഃഖിക്കരുതെന്ന് വിചാരിച്ച് നീ വീട്ടിൽ പോകുന്നു, അപ്പം നീ എന്താ എൻ്റെ കാര്യം ആലോചിക്കാത്ത, എനിക്ക് എന്താ സങ്കടം വരില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ പറയാണ് ആ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നീ എൻ്റെ സീനിയറാണ്, എൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞാൻ ഈ ലോകത്ത് നിന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്, പക്ഷേ വേറെ ഒന്നിനും വേണ്ടിയിട്ട് ലില്ലിനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റൂല, ലില്ലിനെ എനിക്ക് അത്രക്കും ഇഷ്ടമാണ്, എനിക്ക് പോയേ പറ്റൂ എന്ന് പറയുന്നു. അപ്പം നിങ്ങൾ ആ ഓക്കെ നീ പൊക്കോ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ പറയുന്നുണ്ട് സുഹീനെ വിടാം, അതായത് ലാൻഡ് മാനേജർ അവനെ വിടാന്ന് പറയുമ്പോൾ സീനിയർ പറയാണ് ഏയ് അതിനാവശ്യമൊന്നുമില്ല, എന്നെ നോക്കാൻ എനിക്കറിയാം, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ ലില്ലിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ലില്ലിക്ക് വേണ്ടിയിട്ട് അവൻ അവിടെ നിന്ന് ഓടി ലില്ലിയുടെ അടുത്തേക്ക് പോവാണ്. നിങ്ങൾ അങ്ങനെ അതിൽ നടന്ന് ഒരു പാലത്തുമ്പോൾ കാര്യം കുറച്ച് ഓർമ്മ വരാണ്. അവളങ്ങനെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ചെറുപ്പത്തിൽ ഇവർ കോളേജിൽ പഠിച്ചിരുന്ന ടൈം ഗ്രാജുവേറ്റ് ആയ ടൈം കേട്ടോ, അല്ല ഗ്രാജുവേറ്റ് ആവാൻ പോകുന്ന ടൈം അതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളും കൂടി ആ പാലത്തിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ നിങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കുട്ടികളിയായിട്ടൊക്കെയാണ് നിൽക്കണേ. അപ്പം നിങ്ങൾ അതിനോട് ചോദിക്കുന്നുണ്ട് ഗ്രാജുവേറ്റ് ആയിട്ട് നിനക്ക് എന്താ ചെയ്യാനാണ് ഇഷ്ടം, നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാണ് എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഓഹോ അപ്പം നീ വലിയൊരു ബിസിനസ് മാൻ ആവൂലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവിടെ പാലത്തിൽ തൂങ്ങി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കാല് പെട്ടെന്ന് എവിടെ കൊണ്ട് അവൾക്ക് ഹേർട്ട് ആവുന്നുണ്ട്. അപ്പം എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കൈ മാനത്തേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ലാനോട് പറയണം ആ എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട്, നീ ഇപ്പം എന്നെ നിന്റെ ബാക്കിൽ എടുക്കണമെന്ന് പറയുന്നു. അപ്പം ലായും ഇവള് പറഞ്ഞ ആ ടൈമിൽ തന്നെ തിരിഞ്ഞു നിന്ന് കുനിഞ്ഞു നിന്ന് കൊടുത്തിട്ട് ഉപ്പുചാക്ക് എടുക്കണ പോലെ എടുക്കാനായിട്ടാണ് കുനിഞ്ഞു നിന്ന് അപ്പം തന്നെ നിങ്ങൾ ചാടി ലാൻ്റെ പുറത്തേക്ക് കയറിയിട്ട് അങ്ങനെ ഉപ്പുചാക്ക് എടുത്ത് പോകുമ്പോൾ നിങ്ങൾ വേഗം ഫാസ്റ്റിൽ പോകുന്ന പറയുമ്പോൾ അവിടെ നിന്ന് ആ നിനക്ക് ഫാസ്റ്റല്ല വേണ്ടേ എന്ന് പറഞ്ഞ് ഭയങ്കര സ്പീഡിൽ ഓടുന്നുണ്ട്. ഇതൊക്കെ ആലോചിച്ച് നിങ്ങൾ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിരുന്നു ലാനിങ്. അവിടെ സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ലില്ലിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ കാറിൽ ലില്ലിയുടെ വീട്ടിൽ അതിൽ വന്നേക്കാണ്. അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ലില്ലിനോട് ഞാൻ രാത്രി നിന്നെ വിളിക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ പോകുമ്പോഴാണ് ലില്ലി അവനെ പിടിച്ച് വെക്കുന്നത്. ഇതെല്ലാം കണ്ട് വേലയിൽ അവളുടെ അമ്മ നിൽക്കുന്നുണ്ടായേ. അവളുടെ അമ്മ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ വന്നേക്കായിരുന്നു. അവളുടെ അമ്മ അത് കണ്ടിട്ട് ലില്ലി നീ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് ഇവരെല്ലാവരും കൂടി ഹോളിലിരിക്കുകയാണ്. എല്ലാവരും എന്ന് വെച്ചാൽ ലില്ലിയുടെ പപ്പയും മമ്മയും പിന്നെ ലയം കൂടി. ലില്ലിയുടെ മമ്മക്ക് ലാനെ കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവളുടെ അമ്മ പറയാണ് നീ പണ്ട് സിയോറാനായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നു, അപ്പം ലില്ലിനെ ഇഷ്ടമാണ്, നിനക്ക് ശരിക്കും ആരാ മോനെ ഇഷ്ടം എന്ന് ലില്ലിയുടെ അമ്മ ചോദിക്കുമ്പോൾ പറയാണ് എനിക്ക് ശരിക്കും ലില്ലിനെയാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ അവളുടെ അമ്മ തട്ടിക്കയറിയിട്ട് നിനക്ക് ഇപ്പം ലില്ലിനാണ് ഇഷ്ടം, ഇനി നാളെ ആരാണോ ഇഷ്ടപ്പെടാൻ പോണേ, നിന്റെ സിൻസിയാരിറ്റിനെ എങ്ങനെ വിശ്വസിക്കാനാ, പിന്നെ 2 ദിവസം മുൻപ്
നിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഫോട്ടോയും. ഇവനൊന്നും പറ്റില്ല, ലിലി വേഗവനായിട്ട് ബ്രേക്കപ്പ് ചെയ്തോന്ന് അമ്മ പറയുമ്പോൾ ലിലി എൻ്റെ കൈ മുറുക്കെ പിടിച്ചിട്ട് അമ്മനോട് അച്ഛനോടും പറയണം, എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്, ബ്രേക്കപ്പ് ചെയ്യാനൊന്നും പറ്റൂല, ഞാൻ ചെറുപ്പം മുതലേ നിങ്ങൾ പറയണ എല്ലാം അനുസരിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരെണ്ണം മാത്രം എനിക്ക് അനുസരിക്കാൻ പറ്റില്ല, എനിക്ക് ഇവനെ തന്നെ മതി എന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ എഴുന്നേറ്റ് നിന്നിട്ട്, നീ എന്നോട് വർത്താനം പറയാനായാ, നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ, നിന്നെ ഞാനെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വരും. ലേൻ അവിടെ നിന്ന് എണീപ്പിച്ചിട്ട് വായ നമുക്ക് ഓടിപ്പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഇവരിങ്ങനെ പോകുന്ന കണ്ടിട്ട് അമ്മ അച്ഛൻ കുട്ടിക്കാരനാക്കിയിട്ട് പറയണം, നിങ്ങൾ ലാളിച്ച് വഷളാക്കി വെച്ചേക്ക് അവളെ എന്ന് പറയുമ്പോൾ അച്ഛൻ അമ്മനോട് ചോദിക്കുകയാണ്, നീ അവളെ ലാളിച്ചിട്ടില്ലേ എന്ന് ചോദിച്ച് രണ്ടുപേരും അങ്ങനെ തല്ലൊടിച്ച് പിണങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ ലിലി ലാൻ്റെ വീട്ടിൽ വന്ന് അവരെപ്പോഴും എടുക്കാറുള്ള ആ സോഫയിൽ ഇരുന്നിട്ട്, എൻ്റെ അമ്മയും അച്ഛനോട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് എന്താ മനസ്സിലാവില്ല എത്ര ഇഷ്ടമാണെന്ന്, അവരിങ്ങനത്തെ കാര്യങ്ങളൊന്നും അലോ ചെയ്ത് തരില്ല എന്ന് പറഞ്ഞിട്ട് ലിലി അച്ഛനും അമ്മനെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ വന്നിട്ട് പറയാണ്, നീ എന്തിനാ അവരെ ചുമ്മാ വഴക്ക് പറയുന്നത്, അവർ നിന്റെ ഭാവി ഓർത്തിട്ടല്ല അങ്ങനെ പറഞ്ഞ്, അവർക്ക് എന്നിലൊരു വിശ്വാസമില്ലാത്തവരനല്ല, അതൊന്നും സാരില്ല, നീ അവരൊന്നും പറയല്ല, എനിക്കത് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ ലിലി പറയാണ്, അതെന്താ നിനക്ക് ഇഷ്ടമില്ലാത്ത, നീ എൻ്റെ അച്ഛനെ അമ്മനെ ഇപ്പല്ല കാരണം നിനക്ക് എന്താ അവരോട് ഇത്ര ഇഷ്ടം, അവരൊന്നും പറയാൻ സമ്മതിക്കാത്ത എന്താ എന്ന് ചോദിക്കുമ്പോൾ അല്ലേ പറയാണ്, നിന്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ എന്നെ കൂടിയല്ലേ, അവരൊന്നും പറയണേ എനിക്കിഷ്ടമല്ല, നീ അവരൊന്നും പറയാൻ നിൽക്കണ്ട, പൈസനേക്കാളും വേറെ എന്തിനേക്കാളും വലിയ കാര്യങ്ങൾ അവരെനിക്ക് ചെയ്തേക്കുന്നേ എന്ന് പറയുന്നു. ലില്ലി പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അവരോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ച് മാനത്ത് നോക്കി നിൽക്കുമ്പോഴാണ് ലേ പറയുന്നത്, എന്തായാലും ലില്ലി നീ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായി എന്ന് ഭയങ്കര ഹാപ്പിയായി നീ അങ്ങനെ പറഞ്ഞപ്പോൾ എന്ന് പറയുമ്പോൾ ലില്ലി പറയാണ്, അപ്പേന്നല്ല ഇനി എപ്പോഴായാലും ഞാൻ അങ്ങനെ തന്നെ പറയും, എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരോടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. സിയറാൻ്റെ വീട്ടിൽ യാൻഫി പുറത്ത് നിന്ന് എന്തോ ലെറ്ററായിട്ട് അകത്ത് കയറി വരുന്നുണ്ട്. ആ ലെറ്റർ അവൻ സിയോറാൻ്റെ നേരെ നീട്ടിയിട്ട് പറയാണ്, എന്നാ നിനക്കൊരു ഡെലിവറി ഉണ്ട് എന്ന് പറയുമ്പോൾ സിയോറാം അത് വാങ്ങിയിട്ട് എനിക്കോ ആരാഴ്ച എന്ന് ചോദിക്കുമ്പോൾ ഒരു കടന്നിൽ കുത്തിയ പോലത്തെ മോന്തം വെച്ചിട്ട് യാൻഫി അവിടെ ഇരുന്നിട്ട് പറയാണ്, അത് സുഹാന എന്ന് പറയും. അങ്ങനെ അത് സിയോറാം വാങ്ങി പൊട്ടിച്ച് നോക്കുമ്പോൾ ഒരു ഇൻവിറ്റേഷൻ കാർഡായിരുന്നു എക്സിബിഷൻ്റെ. യാൻഫി ആണെന്ന് വെച്ചാൽ സിയോറാൻ്റെ അടുത്ത് നിന്ന് എത്തിച്ചെത്തിച്ച് എന്താ അതെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. സിയോറാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് സുഹാന അയച്ചതായിരുന്നു ആ ഇൻവിറ്റേഷൻ ലെറ്റർ. അത് കണ്ടപ്പോൾ തന്നെ ആ ലെറ്റർ തട്ടിപ്പറിച്ചുകൊണ്ട് യാൻഫെ അവൻ്റെ സ്വെറ്ററിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിടുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ പറഞ്ഞല്ലോ നിന്നോട് നിന്റെ കാലിന് ഇപ്പോൾ വയ്യായാണ്, നിനക്ക് എങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റൂല എന്ന് പറയുന്നു. അപ്പോൾ സിയോറാൻ പറയണം, അത് സാരല്ല, അത് ഞാൻ നോക്കിക്കൊണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് അവള് ആ ലെറ്ററല്ല യാൻഫെ തട്ടിപ്പറിച്ചത്, അതിട്ടുണ്ടെന്ന കവറില്ലേ അതിങ്ങനെ നോക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് യാൻഫെ തട്ടിപ്പറിച്ചിട്ട് അവൻ്റെ സ്വെറ്ററിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കൈ കെട്ടി അവിടെ ഇരിക്കുന്നു. അപ്പോൾ സിയോറാൻ യാൻഫയുടെ ദേഷ്യം പിടിപ്പിക്കാനാണെന്ന് തോന്നുന്നു. ആ ലെറ്ററിൻ്റെ കവർ ഇട്ടുണ്ടെന്നൊരു കവർ ഉണ്ടായിരുന്നു, അതിങ്ങനെ നോക്കി വെച്ചിരിക്കുമ്പോൾ അവൻ അതും തട്ടിപ്പറിച്ച് അത് സ്വെറ്ററിൻ്റെ ഉള്ളിലാക്കുന്നു. സിയറാൻ ഇതൊരു കോമഡി പോലെയാണ് തോന്നി. അവളെ മുഖത്ത് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ചിരിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായിരുന്നു ആ എക്സിബിഷൻ. അതിന് വേണ്ടിയിട്ട് സിയറാൻ പോയിട്ടുണ്ട്. അവൾ ഒരു മാസ്ക് ഒക്കെ വെച്ച് ആരും കാണാത്ത രൂപത്തിൽ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് എക്സിബിഷനിൽ വരച്ച പെയിൻറ്റിങ്സ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു പെയിൻറ്റിങ് നോക്കുമ്പോഴാണ് അവൾ കാണുന്നത് അത് അവളുടെ പെയിൻറ്റിങ് ആയിരുന്നു. അവളെ തന്നെ വരച്ച് വെച്ച ഒരു പെയിൻറ്റിങ് ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അപ്പോൾ സിയറാം ആ പെയിൻറ്റിങ്ങിൻ്റെ അടുത്തേക്ക് പോയിട്ട് അത് തന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ സുഹാനെ ഇവളിങ്ങനെ ഇരുത്തിയിട്ട് അവനെ വരച്ചോണ്ടിരിക്കുകയാണ്. ഇവളെ മോഡൽ പോലെ ഒരു കപ്പൊക്കെ പിടിച്ച് ഇരുത്തി സുഹാൻ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുമ്പോൾ അവൾ പെട്ടെന്ന് അനങ്ങുമ്പോൾ സുഹാൻ പറയുന്നുണ്ട്, ഷോ അനങ്ങാണ്ടിരിക്കും, നിന്നെ വരയ്ക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഇങ്ങനെ അനങ്ങാണ്ടിരിക്കാൻ പറ്റൂല, കുറേ നേരമായില്ലേ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സിയറാം അവിടെ നിന്ന് എണീറ്റ് വരച്ചത് എന്താണെന്നറിയാൻ വേണ്ടി അവിടെ പോയി നിന്ന് നോക്കുന്നുണ്ട്. ആദ്യം സുഹാൻ അതൊന്ന് എതിർത്തെങ്കിലും പിന്നീട് അവൻ കാട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എക്സൈറ്റ് ആയിട്ട് അത് സിയോറാമായിട്ട് തന്നെ അവൻ വരച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് സിയോറാം, ഷോ നിന്റെ കൈ അപാരം തന്നെ എന്നൊക്കെ പറഞ്ഞ് അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാ നിന്റെ കൈ ഞാൻ അപാരാക്കി തരാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് വരച്ച പെയിൻറ്റിങ് ആയിരുന്നു അത്. സിയോറാം ആ ഫ്ലാഷ് ബാക്ക് ആലോചിച്ചിട്ട് ഇതിപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായെന്ന് പതുക്കെ ചോദിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു അവശബ്ദം കേൾക്കാണ്, ഇതിപ്പോഴും ഇവിടെ ഉണ്ട്, പക്ഷെ അത് നിറച്ച് പൊടിയായിരുന്നു, ആ പൊടിയൊക്കെ തട്ടിയിട്ട് വെച്ചതാ ഇപ്പം എന്ന് പറയുന്നുണ്ട്. അതാരാന്ന് വെച്ചാൽ യാൻഫൈ ആയിരുന്നു. യാൻഫൈനെ കണ്ടത് സിയാറാൻ ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ? യാൻഫൈ അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നിട്ട്, നീ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ വരും. സിയാറാൻ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അത് ഇപ്പം അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത്, നീ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പണ്ട് ഞാൻ കാണുന്ന സിയോറാമല്ല ഇപ്പം നീ ഒരു ബഗറിനെ പോലെ, ഒരു യാചകനെ പോലെ, അത് സ്നേഹത്തിന് വേണ്ടി വെറുതെ ഇങ്ങനെ യാചിച്ച് നടക്കുക എന്നൊക്കെ പറയുമ്പോൾ സിയോറാമിനെ ഭയങ്കരമായിട്ട് അത് ഇമോഷണലായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. അവളങ്ങനെ അവളുടെ കണ്ണൊക്കെ നിറഞ്ഞ് അവിടെ ഇരിക്കും. ഇതിനൊന്നും മറുപടി പറയാതെ സിയോറാം, എനിക്ക് വീട്ടിൽ പോകണം, ഞാൻ ആകെ ടയേർഡായിരിക്കുക എന്ന് പറയുന്നു. അത് കേട്ടത് യാൻഫയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട്, എന്നാ വാ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് അവളുടെ വീൽ ചെയർ അവൻ ഉന്തിക്കൊണ്ട് വീട്ടിലേക്ക് പോകും.
അന്ന് രാത്രി സിയോറാം അവളുടെ റൂമിൽ ഇരുന്നുകൊണ്ട് ഇത് തന്നെയാണ് ആലോചിച്ചിരുന്നായിരുന്നത്. ഏതാണെന്ന് വെച്ചാൽ യാൻഫൈ പറഞ്ഞ ഈ വാക്കുകൾ അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു. അപ്പൊ തന്നെ സിയോറാം ഫോൺ എടുത്തിട്ട് സുഹാനെ വിളിക്കുകയാണ്. സുഹാനെ വിളിച്ചിട്ട് എനിക്ക് ഇതിനൊന്ന് കാണണം, നാളെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സുഹാന് ഓക്കെ നാളെ മീറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി നല്ല മഴയുള്ള ദിവസമായിരുന്നു. സിയോറാം ആദ്യമേ അവരെപ്പോഴും മീറ്റ് ചെയ്യാറുള്ള ആ റെസ്റ്റോറൻറ്റില്ലേ അവിടെ ചെന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. സുഹാൻ മഴയത്തൊരു കുടയൊക്കെ പിടിച്ച് സിയോറാൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് നീ കുറേ നേരമായി വന്നിട്ട് ഞാൻ ലേറ്റ് ആയിരുന്നു, സോറിട്ടാ കുറച്ച് തിരക്കായി പോയി അതുകൊണ്ടാന്ന് പറയുമ്പോൾ അതൊന്നും സാരല്ല ഞാൻ ഇപ്പം തന്നെ വന്നിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ സിയോറാം പറയാണ് ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കാര്യത്തിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നമുക്ക് തീരുമാനിച്ചേ പറ്റൂ, നമുക്കൊരു തീരുമാനം എടുക്കണം എന്ന് പറയുമ്പോൾ സുഹാൻ സിയോറാം നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്തായാലും പണ്ടത്തെ പോലെ ആവാൻ നമ്മളെ കൊണ്ട് ഇനി പറ്റില്ലല്ലോ, നമുക്ക് ഫ്രണ്ട്സ് ആയിരിക്കാന്ന് പറയുമ്പോൾ സിയോറാം പറയാണ് അതെന്തായാലും നടക്കുന്നു നിനക്ക് ഉറപ്പുണ്ടോ, ഫ്രണ്ട്സ് ആയിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തന്നെ സുഹാന് ഒരു കോൾ വരുന്നുണ്ട്. ആ കോൾ ആരെന്ന് വെച്ചാൽ അവൻ്റെ ഗേൾ ഫ്രണ്ട് ഇല്ലേ അവളാണ് വിളിച്ചിരുന്നത്. കോൾ കണ്ട വഴിക്ക് സുഹാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് സിയോറാമിനോട് ഒരു മിനിറ്റൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗേൾ ഫ്രണ്ട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലല്ല, നീ വേഗം ഇങ്ങോട്ട് വരണം അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുഹാൻ വേഗം സിയോറാമിനോട് യാത്ര പറഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം കണ്ടാൽ പോരെ, നമുക്ക് പിന്നെ ഒരു ദിവസം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് സുഹാൻ അവിടെ നിന്ന് പോകുന്നു. സിയോറാം അത് കണ്ടിട്ട് ആകെ വിഷമിച്ച് എന്തോ ഒരു ചമ്മൽ പോലെ ഇരിക്കുമ്പോഴാണ് ഈ ഹാൻഡ് കോടയും പിടിച്ച് ഈ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത് സിയോറാം കാണുന്നത്. ഇതിനോടകം സുഹാനൊക്കെ പോയിരുന്നു കേട്ടോ. അപ്പം ഹാൻഡ് ആണെങ്കിൽ നന്നായി ഇളിച്ച് റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ തന്നെ നിന്നിട്ട് അവൻ കോടൊക്കെ ചുരുക്കി വെച്ച് അകത്തേക്ക് കയറി വന്നിട്ട് സിയോറാമിനെ തന്നെ ഇങ്ങനെ ചിരിച്ചോണ്ട് നോക്കിയിരിക്കുമ്പോൾ സിയോറാം പറയണം നിനക്ക് എങ്ങനെ ഞാൻ പോണ സ്ഥലമൊക്കെ മനസ്സിലാവണേ, നീ വല്ല ട്രാക്കർ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത്, അതുകൊണ്ടാണോ നിനക്കെല്ലാം മനസ്സിലാവണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിരിച്ചോണ്ട് ട്രാക്കറൊന്നുമില്ല, നീ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ വരുമെന്ന് പറയുന്നു. അത് കേട്ടിട്ട് സിയോറാം ഒന്ന് ചിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് സുഹാനെയാണ്. സുഹാൻ എന്തിനാ പോയെന്ന് വെച്ചാൽ അവൻ്റെ ഗേൾ ഫ്രണ്ട് ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞിട്ട് അവളെ കാണാൻ പോയതല്ലേ, അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ സ്കാൻ ചെയ്തതിൻ്റെ റിപ്പോർട്ട് അവൻ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇപ്പം 2 മാസമായി എന്നൊക്കെ ആ പെണ്ണ് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും നല്ല സന്തോഷത്തിൽ കാറിൽ കയറിയിട്ട് പോകുന്നു. സിയോറാം എന്ന് വെച്ചാൽ അവളുടെ വീട്ടിൽ ചെന്നിട്ട് അവൾ ആ പെയിൻറ്റിങ് ഇല്ലേ സുഹാൻ കൊടുത്തത്, അവളിങ്ങനെ ബാക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫോട്ടോ വരച്ചത് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൾക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ഇവൾ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് അവൾക്ക് ടച്ച് ചെയ്യുന്നുണ്ട്. അത് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് ആ പെയിൻറ്റിങ് തൊടണമെന്ന് തോന്നിയപ്പോൾ അവളുടെ വീൽ ചെയറിൽ നിന്ന് എണീക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തെന്നി വീഴാൻ പോവാണ്. അത് എവിടെന്നോ അറിഞ്ഞിട്ട് അയാളുടെ അടുത്ത് ഓടി വന്നിട്ട് സിയോറാം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് സിയോറാം പതുക്കെ എഴുന്നേറ്റ് സ്റ്റെപ്പായി വെച്ച് ഓരോ അടി വെച്ചിട്ട് ആ പെയിൻറ്റിങ്ങിൻ്റെ അടുത്ത് പോയിട്ട് അതെടുത്ത് നോക്കുന്നുണ്ട്. അത് കണ്ടിട്ട് യാൻഫയ്ക്ക് ആകെ സങ്കടമായിട്ട് ഈ പെയിൻറ്റിങ്ങിന് വേണ്ടിയല്ല അവൾ അങ്ങനെ പോയത് എന്നുള്ള ഒരു സങ്കടത്തിലാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ പെയിൻറ്റിങ് യാൻഫയുടെ നേരെ നീട്ടിക്കൊണ്ട് സിയോറാം പറയാണ് ഇതെനിക്കിനി കാണണ്ട, ഇത് നീ എവിടെയെങ്കിലും കൊണ്ട് കളയി എന്ന് പറയുന്നു. അത് കേട്ടിട്ട് സന്തോഷമായിട്ട് യാൻഫൈ ആ പെയിൻറ്റിങ് വേഗം തട്ടിപ്പറിച്ചിട്ട് അവൻ്റെ പിന്നിലായി മറച്ചു വെച്ചിട്ട് എനിക്കും ഇത് കാണണ്ട, ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോണ്ട് എന്ന് പറഞ്ഞ് യാൻഫൈ ചിരിച്ചു നിൽക്കുന്നു. യാൻഫയും സിയോറാമും ഇഷ്ടത്തോടുകൂടി രണ്ടുപേരും കണ്ടും നോക്കി. പിന്നെ ലെമൺ കമ്പനിയിൽ ഇതിണ്ടാവും ലില്ലി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലില്ലി പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞ് സിസ്റ്ററിന് വേഗം കാലൊക്കെ ശരിയാവുന്നു, സിസ്റ്ററിനെ നടക്കാനല്ല ചാടാൻ വരെ പറ്റുമെന്നൊക്കെ പറയുമ്പോഴെങ്കിലും ശരിക്കും ഇതൊരു ഗുഡ് ന്യൂസ് ആണല്ലോ, നിനക്ക് നിന്റെ പൊസിഷനിൽ തന്നെ ലില്ലി ആയിട്ട് ഇനി ജീവിക്കാല്ലേ, സിയോറാം വരില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അതങ്ങനെ ചേഞ്ച് ചെയ്തേ പറ്റുമെന്ന് പറയുമ്പോൾ സെഹൻ അത് കേട്ടിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ നിങ്ങളിപ്പോൾ പറഞ്ഞേ, ചേഞ്ച് ചെയ്യാനോ? എടി ഏടത്തി നീ എന്താ പറഞ്ഞേ, ഡിങ്ഡോങ്ങിൻ്റെ ബോയ് ഫ്രണ്ടിനെ ചേഞ്ച് ചെയ്യാന്നോ? നടക്കത്തില്ല ഞാൻ നടത്തത്തില്ലാന്ന് ഇങ്ങനെ സെഹൻ പറയുന്നത് കേട്ടിട്ട് ഡിങ്ഡോങ് ലില്ലിയും കൂടി ചിരിച്ചിട്ട് എൻ്റെ പൊട്ടാ നിന്റെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടാ, നീ എന്തൊട്ടൊക്കെ കേൾക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാന് അതെല്ലാം മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു. ലില്ലിനോട് പറയാണ് അതെ ഇവളെൻ്റെ ഗേൾ ഫ്രണ്ടാ, നീ ഇങ്ങനെ തൊട്ടൊരുമയൊന്നും ഇരിക്കാൻ കേട്ടോ, മര്യാദക്ക് അവിടെ നിന്ന് നീങ്ങിരുന്ന എന്ന് പറയുമ്പോൾ ലില്ലി ഒന്നും കൂടി ഡിങ്ഡോൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നിട്ട് ഒന്ന് പോടിച്ചേക്കാ ഞാൻ അവളുടെ അടുത്ത് തന്നെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ഡിങ്ഡോനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ സാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വരുമ്പോൾ ഡിങ്ഡോങ് ഒന്നും മിണ്ടാണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നീ എന്ത് കുശുമ്പനാ എന്ന് പറയുന്നു. അപ്പോഴാണ് ലില്ലിക്ക് ഒരു ഫോൺ വരുന്നത്. ലില്ലിക്ക് ഫോൺ അടിക്കുമ്പോൾ തന്നെ ദേ ഫോൺ വരുന്നുണ്ട് എടുത്തോ എന്ന് പറയുമ്പോൾ സാനെ നോക്കി കണ്ണുരുത്തിയിട്ട് ലില്ലി ഫോൺ എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട്. അത് അവളുടെ അച്ഛനായിരുന്നു വിളിച്ചിരുന്നു. അച്ഛൻ വിളിച്ചിട്ട് പറയാണ് ആ ലേസയെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, ഇവൻ എന്തിനാ ഇങ്ങോട്ട് വന്നേക്കണേ എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ലില്ലി ലേസയെങ്കിയോ അവിടെ ഉണ്ടോ